പ്രിയമുള്ളവരെ, വചനജ്വാല 1640 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 26 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വലിയ നോമ്പിന്റെ 11 ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 18 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കുശവന്റെ വീട്ടിൽ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണിയുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുതപിക്കും. അതുകൊണ്ട് യൂദയായിലെ ആളുകളോടും ജെറൂസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപ്പിടിപ്പിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിനച്ചിരിക്കുന്നു. ഓരോരുത്തനും അവനവന്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ. നിങ്ങളുടെ വഴികളും പ്രവർത്തികളും തിരുത്തുവിൻ. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും. ഓരോരുത്തനും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ജനം കർത്താവിനെ പരിത്യജിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുപോലൊന്നും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ. ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു. ലെബനോനിലെ മഞ്ഞുയർന്ന പാറയിടുക്കുകളിൽ നിന്നും മായുമോ? പർവ്വതത്തിൽ നിന്നുള്ള ശീതജലം വറ്റിപ്പോകുമോ? എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു. വ്യർത്ഥതകൾക്ക് അവർ ധൂപാർച്ചന നടത്തുന്നു. അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു. രാജവീതി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു. അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി. അതിലേക്ക് കടന്നു പോകുന്നവർ അന്താളിച്ച് തല കുലുക്കുന്നു. കിഴക്കൻ കാറ്റിലെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിക്കും. അവരുടെ അനർത്ഥത്തിന്റെ നാളുകളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക. പ്രതികാരത്തിനായി പ്രാർത്ഥന. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയാക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്നുള്ള നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ,
നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം, അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ. നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ? അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു. അവരെപ്പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്നത് ഓർക്കണമേ. അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിരയാക്കണമേ. വാളിൻ്റെ വായ്ത്തലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ. പുരുഷന്മാർ മഹാമാരി ബാധിച്ച് മരിക്കട്ടെ. യുവജനങ്ങൾക്ക് യുദ്ധത്തിൽ വാളിനിരയാകട്ടെ. അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ. അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദം ഉയരട്ടെ. എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു, എൻ്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു. കർത്താവേ, എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു. അവരുടെ അകൃത്യം പൊറുക്കരുതേ. അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്ന് മായിച്ചു കളയരുതേ. അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ. അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ നെസ്തോറിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഡേഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരു മെത്രാനാണ് നെസ്തോർ. 249 മുതൽ 251 വരെയുള്ള 2 കൊല്ലത്തേക്ക് മാത്രമേ ഡേഷ്യസ് ചക്രവർത്തി ആയിരുന്നുള്ളൂ. എങ്കിലും വിജാതീയ മതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അഭൂതപൂർവമായ ക്രൂരതയോടുകൂടി ക്രിസ്ത്യാനികളെ അദ്ദേഹം മർദ്ദിക്കുകയുണ്ടായി. എപ്പോളിയൂസ് എന്നൊരാളായിരുന്നു പംഫീലിയ, ഫ്രീജിയ എന്നീ സ്ഥലങ്ങളുടെ ഗവർണറായി ലിസിയ നിയമിച്ചിരുന്നത്. ചക്രവർത്തിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി വർദ്ധിച്ച ക്രൂരതയോടെ ക്രിസ്തുവിൻ്റെ ശാന്തമായ ശിക്ഷരെ അദ്ദേഹം മർദ്ദിച്ചുകൊണ്ടിരുന്നു. അന്ന് പംഫീലിയയിലെ മെത്രാനായിരുന്നു നെസ്തോർ. വിശ്വാസ പ്രചാരണത്തിനും ജീവിത വിശുദ്ധിക്കും പുകൾപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. വിശുദ്ധന്റെ ശക്തിയെക്കുറിച്ചുള്ള വാർത്തകൾ ഗവർണറുടെ ചെവിയിലുമെത്തി. ഒരു മർദ്ദകനെ അയച്ച് ബിഷപ്പ് നെസ്തോറിനെ പിടിച്ചുകൊണ്ടുവരികയും അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ക്രൂശിതന്റെ മാതൃകയിൽ കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തു. 250 ആണ്ടിലായിരുന്നു ആ കുരിശു മരണം. പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണല്ലോ ദിവ്യഗുരു അരുൾ ചെയ്തിട്ടുള്ളത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് തൻ്റെ ദിവ്യ ഗുരുവിനെ പോലെ കുരിശിൽ മരിച്ച നെസ്തോറിൻ്റെ മാതൃക ജീവിത സങ്കടങ്ങൾ വഹിക്കാൻ നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മെത്രാനായിരുന്ന രക്തസാക്ഷിയായിരുന്ന വിശുദ്ധ നെസ്തോറിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.